2 ദിവസമായി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. സ്വസ്ഥമായിട്ട് എനിക്ക് ചിലരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത്, കുറേ മുസ്ലിം മതസ്ഥരാണ് എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ഡേഷിൻ്റെ അഭിസാരികയുടെ മക്കളോടാണ്. ഡേഷിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എടാ, ഞാൻ മതം മാറിയിട്ടുണ്ട്, നിന്റെ ഒന്നും തന്ത മാറ്റിയതോ നിന്റെ തന്തയുടെ അവർ ചെലവ് തന്നിട്ട് മാറ്റിയതോ അല്ലല്ലോ. ഞാൻ മതം മാറി ഇസ്ലാം വിടേ തട്ടം വിടേ എന്തോ ചെയ്തോട്ടെ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെയൊക്കെ തന്ത എനിക്ക് ചെലവിന് തരുന്നുണ്ടോ? നിങ്ങൾക്ക് പലരും തംബ്ലൈൻ ഇടുന്നു, തീരാ നഷ്ടം, ജസ്റ്റിനെ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ച അവള് പോയി, അങ്ങനെയായി ഇങ്ങനെയായി. എടാ, എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെയൊക്കെ ഈ ചുറ്റിലും നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത്, ഏറ്റവും നല്ല തീരുമാനമാണ് ഞാൻ എടുത്തത് കേട്ടോ. ഈ മതം 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 എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ നടത്തുന്ന പ്രഹസനത്തിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ആ മതം വിട്ടുപോയി എന്ന് പറയുന്ന ഞാൻ മതം വിട്ടു പോയിട്ടുണ്ട്. നിനക്കൊക്കെ എന്താ, നിനക്കൊന്നും വിഷയമില്ലെങ്കിൽ നീയൊക്കെ എന്നാത്തിനാടാ കൊച്ചേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കുത്തിരിഞ്ഞിട്ട് രാപ്പകൽ കിടന്ന് സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങളെ അത് ബാധിക്കുന്നില്ല. നിങ്ങളെ ബാധിക്കാത്തതും നിങ്ങൾക്ക് വിഷയവുമില്ലാത്ത കാര്യങ്ങൾ ദിവസം 10 വീഡിയോസ് എങ്കിലും ജസ്ന സലീമിൻ്റെത് എന്തിനു നീയൊക്കെ ചെയ്യണം? എന്തിനു ചെയ്യണം? ഞാൻ തട്ടം ഉപേക്ഷിക്കുകയോ മതം ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് വിഷയമില്ലെങ്കിൽ എന്തിന് നീ അതൊക്കെ സംസാരിക്കണം? നിങ്ങൾക്ക് സങ്കടമില്ലെങ്കിൽ നീയൊക്കെ എന്തിന് സംസാരിക്കണം? നിനക്കൊക്കെ അതില് കുറ്റബോധവും വിഷമവും അയ്യോ പോയി എന്നുള്ള ചിന്താഗതിയും ഇല്ലെങ്കിൽ എന്തിന് വന്നിരുന്ന് സംസാരിക്കണം? അവള് പോയി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ഇതിങ്ങനെ വിശദീകരിച്ച് എന്തിന് കൊണ്ടുവരണം? യൂട്യൂബിൻ്റെ അകത്ത് വരുമാനം കിട്ടാനോ? എടാ, ഞാൻ തട്ടം ഉപേക്ഷിച്ചേക്കാട്ടിലും അതിലൊരു മാന്യതയുണ്ട്. നീയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതിൽ മാന്യതയില്ലടാ. അന്യ സ്ത്രീകളെ പറ്റിയും ഇല്ലാ വചനം പറഞ്ഞിട്ടും നീയൊക്കെ നേടിയെടുക്കുന്ന ഈ പൈസ ഉണ്ടല്ലോ, ബാത്റൂം കൊണ്ടുവച്ച് ചെലവാക്കാനേ നിനക്കൊക്കെ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വിഷയമില്ലാത്ത കാര്യം, നിങ്ങൾക്ക് സങ്കടമില്ലാത്ത കാര്യം, നിങ്ങളെ ബാധിക്കാത്ത കാര്യം നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? 24 hours ജസ്റ്റ് തട്ടം ഉപേക്ഷിച്ചു, ജസ്റ്റ് മതം വിട്ടു, നന്നായി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കൊരു വിഷമവും ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പറയും, പിന്നെയും പറയും. ഉളുപ്പും മാനം ഉണ്ടോ നിനക്കൊക്കെ? ഉളുപ്പ് മാനം എന്ന് പറഞ്ഞ സാധനം നിനക്കൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിർത്തിപ്പോടാ. ജസ്നയുടെ ജീവിതം ജസ്നക്കുള്ളതാണ്, നിന്റെ ഒന്നും ഇതിനുള്ളതല്ല. പിന്നെ നിന്റെയൊക്കെ വാപ്പന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെയാണോ നീയൊക്കെ? നിന്റെയൊക്കെ വാപ്പ വീട്ടിൽ വന്ന് പറഞ്ഞു, ജസ്റ്റ് ഞാൻ മതം വിടല്ലേ എന്ന് പറഞ്ഞു, തട്ടം ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു നിന്റെ വാപ്പ. അന്നപ്പോ ഞാൻ സങ്കടപ്പെട്ടില്ല. പിന്നെയാണോ നീ മകള് പറയുമ്പോ? ഒത്തിണ്ട് ഇക്കളി കളിക്കുന്ന അപസ്മാരുള്ളോള്, അവളോടൊക്കെ എനിക്ക് എന്തേ പറയാനുള്ളൂ? ആദ്യം മോളെ തല നേരെ നിർത്തി പഠിക്ക്. എന്തെങ്കിലും 10 ഉറുപ്പിക ഞെണ്ണാൻ കിട്ടണ്ടേ? നിനക്കിട്ട് പടേ ഞാൻ ടൗസർ അടിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ കുറേ ലെവനുമാരും, പിന്നെ ഒരു വേട്ടാവളയെ. എടാ വേട്ടാവളയാ, ഞാൻ എന്തായാലും നിനക്ക് എന്താടാ? നീ ഷഫീന ബീബിയുടെ എത്ര കനുണ്ട് നോക്കിയാ പോരെ? ജസ്ന സലീമിന്റെ കനം നോക്കാൻ നിന്നാ നിന്റെ കാലിന്റെ തൊട പൊട്ടിപ്പോവും. ഷഫീന ബീബി ആവുമ്പോ നിനക്ക് ഇരുത്തി കനം നോക്കാം. ജസ്ന സലീമിൻ്റെതാകുമ്പോ നിന്റെ കാലിന്റെ തൊട പൊട്ടിപ്പോവിടാ കേട്ടോ. ജസ്ന സലീമിനെ മൂട് താങ്ങാം നോക്കിയിട്ട് നടക്കൂല. പിന്നെ വേറൊരു തന്നെ, അവൻ ആവശ്യത്തിനുള്ളത് ഞാൻ എന്നെ വിളിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വാപ്പാനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് അവൾ ഏതായിരുന്നു മതം? അപ്പൊ എനിക്കെന്താണ് അല്ല അസല് തരി
എൻ്റെ പാപ്പനെ കൊണ്ട് പറ്റുന്ന തരും പാപ്പ വിളിച്ചിട്ടുണ്ട്. ആ നീ കൊടുത്തില്ലേ വെച്ചാൽ ഞാൻ കണ്ടില്ലല്ലോ. കൊടുത്താൽ നടക്കടാലേ. എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും എൻ്റെ ഭർത്താവിനും ഇല്ലാത്ത വിഷയം നിനക്ക് ഓരോരുത്തർക്കും എന്താണ് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരുത്തിയെ പിടിച്ച് നന്നാക്കി കൊണ്ടുവന്നാൽ നിനക്കൊക്കെ സ്വർഗം കിട്ടുമെങ്കിൽ ആ സ്വർഗം എന്നിലൂടെയല്ല മോനെ മോളെ. നിനക്കൊക്കെ സ്വർഗം കിട്ടണമെങ്കിൽ സ്വയം നന്നാവണം മക്കളെ. ആരാന്റെ കാര്യത്തിൽ ചിന്തിച്ച് ഞങ്ങൾ ഈമാനാക്കി കൊണ്ടോന്ന് ഇങ്ങിലുള്ള ഈമാനെ നിങ്ങൾ പുറത്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല മക്കളെ. പിന്നെ എല്ലാതും എപ്പോഴും പറയുന്നത് മൊണ്ണ മല്ലിയാരുണ്ടല്ലോ, അവന് എന്നോട് മാപ്പ് പറഞ്ഞ് കാല് പിടിക്കുന്നത് ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുണ്ട് കേട്ടോ. മൊണ്ണ മല്ലിയാരെ ഞാനത് പുറത്ത് വിട്ടാൽ നാറിപ്പോട്ടോ. ഒരു 10 സെക്കൻഡിൽ അബദ്ധം പറ്റിപ്പോയതാ ജസ്ന, ആ കേസ് ഒന്ന് പിൻവലിക്കോ ജസ്ന എന്ന് ചോദിച്ചതല്ല വിളിക്കുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ട്. പിന്നെ മുല്ലിയാരെ നിന്റെ ബ്രദറും ഇങ്ങനെ തന്നെയാണല്ലോ. ആ കോടാലി ഉരിയ കത്തി കിട്ടൂലോ, കോടാലിൻ്റെ പിടി തന്നെ കിട്ടുള്ളൂ, പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ ജസ്ന സലീം തട്ടം ഉപേക്ഷിച്ചത് ഞങ്ങൾക്കാർക്കും വിഷയമില്ല. എന്നാലോ 24 hours ജസ്ന സലീം ജസ്ന സലീം ജസ്ന സലീം. പിന്നെ ഒരുത്ത പറഞ്ഞു അവളോട് ഫോട്ടോ മേടിക്കുന്നില്ല മക്കളെ. മേടിക്കുന്നില്ലേ നിനക്കെന്താടാ? അവര് മേടിക്കുന്നില്ലേ നിന്നോട് ഞാൻ ചെലവിൽ തരാൻ പറഞ്ഞോ? ഇതൊക്കെ എന്നതാ കൊച്ചുങ്ങളെ, ചത്തൂടെ. എന്റെ കാര്യത്തിൽ എന്നതാ ഇത്ര. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? എന്നെ നന്നാക്കിയോണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരെ വിളിച്ച് ചോദിച്ചടോ ആർക്കൊക്കെ ആ സ്വർഗം എന്ന്. അതിൽ പറഞ്ഞിട്ടുണ്ട് ജസ്ന സലീമിനെ നന്നാക്കിയവർക്ക് സ്വർഗമില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് നന്നാക്കിയിട്ടും കാര്യമല്ല. നിങ്ങൾ വേറെ ആരെങ്കിലും തെറിത്താത്തനെ നന്നാക്കി. കുറേ ഷാജിൻ്റെ വയ്യ കഴിഞ്ഞല്ലോ, ഓളെയൊന്ന് നന്നാക്കി നോക്കി. ഒക്കെ ഒരടീൻ്റെ കുറവുണ്ട്, അത് എൻ്റെ ഭാഗത്ത് തന്നെ പറയാം. ഇതും എടുത്തിട്ട് ആ വേട്ടവളിയെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എടാ വേട്ടവളിയാ ഷെഫീന ബീബി നല്ല വെയിറ്റ് ഉള്ളതാട്ടോ, കാലിൻ്റെ തൊട പൊട്ടാതെ നോക്കണേ. അപ്പം അങ്ങനെയാണ്. പിന്നുള്ളത് കുറച്ചു ഹൈന്ദവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന കുറച്ച് സ്ത്രീകൾ. അവരോടുകൂടെ അടിയിട്ട് പറയാനുള്ളത് എന്തിയാന്നറിയോ? ചുമ്മാതാ പ്രഹസനം. എനിക്ക് നിങ്ങളെന്താക്കി പണ്ടെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മറുപടി തരാതിരുന്നപ്പം നിങ്ങൾ വിചാരിച്ചു ജസ്ന പേടിച്ചടങ്ങിന്ന്. ഒരു സുപ്രഭാതത്തിൽ കേട്ടു ജസ്നയുടെ വീടിൻ്റെ പാലുകാച്ചലാണെന്ന്. അതിനു മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ജസ്നക്ക് ഓർഡറില്ല, പ്രിയ തമ്പുരാട്ടി വരയ്ക്കുന്നത് കൊണ്ട് ജസ്ന സലീമിനോട് ആരും ഫോട്ടോ വാങ്ങൂല. വെല്ലുവിളിക്കുക ജസ്നതയെ ഈ സമയം കുറിച്ചു വെച്ച നിങ്ങൾ വെല്ലുവിളിക്കാണ്. പ്രിയ ഞാൻ വരയ്ക്കുന്നത് പോലും അതേ ഒരു ഫോട്ടോ വരച്ച പ്രിയ നിന്റെ കാലിൽ വന്ന് മാപ്പ് പറഞ്ഞ് ഞാൻ വര നിർത്തിപ്പോവും. യു ക്യാൻ ട്രൈ കേട്ടോ. 7 ജന്മം ജനിക്കണടി, ഗർഭപാത്രമില്ലാതെ പ്രസവിക്കാൻ നടക്കുന്നവളെ. അതതിനെക്കാട്ടും വലിയ രസാ. ക്യാൻസർ വന്നിട്ട് ഗർഭപാത്രമാണ് സർജറി ചെയ്ത് റിമൂവ് ചെയ്തത്. എന്നിട്ട് ഇല്ലാത്ത ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങി സഹായിച്ചാൽ അവൾക്ക് ഗർഭപാത്രം ഉണ്ടാവുമ്പോൾ എന്തോ അവളുടെ ഇഷ്ടം. പിന്നെ ലസിതാ പാലക്കൽ നടക്കത്തില്ല കൊച്ചേ. നീ പറഞ്ഞ് പാർട്ടിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാനും പുറത്താക്കിയതാ കൊച്ചേ. നീ അവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന കൊച്ചേ, എനിക്ക് ബജ്ജ കൊച്ചേ. അപ്പം നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനിവിടെ ഉറക്കൊഴിഞ്ഞ് വരയ്ക്കുമ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഫോട്ടോ വരയ്ക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞ് ചിരിച്ചവളാ നീയൊക്കെ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? 16 ലക്ഷം മുടക്കിയിട്ടാണ് ജസ്റ്റിന് ഒരു വീടെടുത്തത്. 16 ലക്ഷം മുടക്കിയിട്ട് ഏകദേശം 6 മാസത്തിനുള്ളിൽ 6 മാസം തൊട്ട് 8 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിച്ചു ആ പണി. 16 ലക്ഷം. എന്നെക്കൊണ്ട് പറ്റുമോ ലസിതാ പാലക്കലെ? വേണമെങ്കിൽ 6 മാസങ്ങൾ മുതൽ 8 മാസങ്ങൾക്കുള്ളിൽ നിനക്ക് വേണേൽ ഒരാളുടെ കൂടെയെങ്കിലും പോവാം, അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പം ജസ്റ്റ് ഏതായാലും ആരുടെയും കൂടെ പോയതല്ല.
ഒരു സുപ്രഭാതത്തിൽ ജസ്നയുടെ വീട് കാച്ചലിന്റെ വീഡിയോസേ നിങ്ങൾ കണ്ടുള്ളൂ, എവിടെയും പോയത് കണ്ടില്ല. അപ്പം ഇസ്ലാം മതസ്ഥരാണ്, ഇസ്ലാമിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, ഇസ്ലാമാണ് 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 എന്ന് പറഞ്ഞവരോട് എന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വിഷയമില്ലെങ്കിൽ, നിങ്ങൾക്ക് സങ്കടമില്ലെങ്കിൽ, നിങ്ങൾക്കളെ അത് ബാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അത് ഓർത്ത് സങ്കടപ്പെട്ടിട്ടില്ലെങ്കിൽ വിട്ടേക്കുക. വീണ്ടും 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 ജസ്ന സലീം എന്ന് പറയുന്നുണ്ടേ. ഉള്ളിൻ്റെ ഉള്ളിലുള്ള സങ്കടം കൊണ്ടാടേ ജസ്ന തലേ തട്ടമൂരിയതും ജസ്നക്ക് മതമില്ലാന്ന് പറഞ്ഞതും നിന്നെ ഒന്നും ബാധിച്ചിട്ടില്ലെങ്കിൽ, വീണ്ടും 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 നീ അത് പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ. നമസ്കാരം ഉണ്ടിട്ടോ. ബൈ ദ വൈ ബൈ ഉണ്ടിട്ടോ.